അവർക്ക് ജോലി സ്ഥിരത എന്ന് പറയുന്നതിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ഈ സ്ട്രക്ചർ ഇതേവഴി നിലനിൽക്കുന്നിടത്തോളം കാലം ഉണ്ടായില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇപ്പോൾ കമ്പനി ബോണസ് ഗ്രേഡ് 1 ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിരിക്കുകയാണ്. നിങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കാണുമെന്നിട്ട് നിങ്ങൾ വളരെ തീവ്രമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ KSEBയിൽ എന്തായിരിക്കും നമ്മൾ കയറുമ്പോൾ നമ്മുടെ ജോലിയുടെ സ്വഭാവം എന്താണ്, മാത്രമല്ല ഒത്തിരി ഡൗട്ട്സ് ഇല്ലേ, നമുക്ക് പെൻഷൻ കിട്ടണോ, എങ്ങനെയായിരിക്കും നമ്മുടെ ജോലിയുടെ സ്ട്രക്ചർ വരുന്നത്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ആണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹരികുമാർ സാറാണ്. അപ്പോൾ സാറ് 25 വർഷത്തോളം KSEBയിൽ സെർവ് ചെയ്ത ഒരാളാണ്. ഇന്ന് നമുക്ക് സാറിൽ നിന്ന് എല്ലാം നമുക്ക് മനസ്സിലാക്കാം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. സാർ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. സാർ, ഈ KSEB എന്ന് പറഞ്ഞാൽ ഒരു പൊതുമേഖലാ സ്ഥാപനം, അതായത് ടെക്നിക്കൽ മേഖലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റായിട്ട് കയറുന്ന ഒരാളുടെ ജോലി എന്തായിരിക്കും? എന്താണ് KSEBയുടെ സ്ട്രക്ചർ വരുന്നത്? ഇങ്ങനെ കയറുന്ന ഒരാളുടെ ജോലിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? KSEBയെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ ടെക്നിക്കൽ മേഖല. അത് ഞങ്ങൾ കയറിയപ്പോഴും അത് തന്നെയായിരുന്നു. ടെക്നിക്കൽ മേഖലയിൽ അപ്പോൾ അതിന് അവർക്കൊരു ആധിപത്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ സ്റ്റാഫിന് അത്തരത്തിലുള്ള പ്രാധാന്യമില്ല എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷെ അത് തീർത്തും തെറ്റാണ്. അത് ഏത് ടെക്നിക്കൽ മേഖലയിലും ഈ മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ ജോലികളുണ്ട്, അവരുടെ നേച്ചർ. അപ്പോൾ അത് നല്ല രീതിയിൽ പ്രയോഗിക്കാൻ കഴിയുന്നൊരു മേഖലയും കൂടിയാണ് സ്ഥിതിപ്പെടുന്നത്. ഈ 2000-ലും ഈ പറയപ്പെടുന്ന ഞാൻ 1999 അവസാനമാണ്. അപ്പോൾ ആ സമയത്തും ഇതേ തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ്, പിന്നെ ഇത് പ്രൈവറ്റൈസ് ചെയ്യപ്പെടുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. പക്ഷേ ഇതുവരെയും ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. എന്നുവെച്ചാൽ വെൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് ഇത് ഔപചാരികമായിട്ട് പറയല്ല, ശരിക്കും വ്യക്തിപരമായിട്ട് അതെല്ലാ തരത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പിയായിരുന്നു ഈ 25 വർഷക്കാലം. ഹാപ്പിയായിരുന്നു. ഓക്കെ സാർ, അപ്പോൾ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അപ്പോൾ എന്തായിരിക്കും ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റായിട്ട് കയറുന്ന ഒരാൾക്ക് KSEB കൃത്യം നേരത്തെ ജൂനിയർ അസിസ്റ്റന്റ് കം ക്യാഷർ എന്നുള്ള നിലയിലാണ്. ക്യാഷർ റവന്യൂ കളക്ഷൻ അലൈഡ് വർക്ക്സ് ആണ്. പിന്നീട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വർക്കുകൾ, പിന്നെ പബ്ലിക് റിലേഷൻസ്, പിന്നെ അതുപോലെ തന്നെ ഓഡിറ്റ് വർക്കുകൾ, പിന്നെ ഈ ജനറൽ കംപ്ലയിൻസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ കോൾ സെൻ്റർ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങൾ ലഭിക്കുക. പിന്നെ IT സെല്ലുണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഈ ക്യാഷേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത സ്റ്റെപ്പ് സീനിയർ റെസിഡൻ്റ് എന്ന് പറയും. അപ്പോൾ അവർക്ക് ഏറ്റവും പ്രാധാന്യം ഉള്ളൊരു കാര്യമാണ്. അവരാണിത് ശരിക്കും പറഞ്ഞാൽ ഓഫീസിലിരുന്ന് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ എന്നുള്ളത്. ഈ KSEB എന്ന് പറയുമ്പോൾ അതിന് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാവും, അതിന് താഴെ കുറേ സെന്ററുകൾ ഉണ്ടാവും. ഈ സെന്ററുകളിലേക്ക് കൂടിയിട്ടാണ് ഈ അസിസ്റ്റന്റ്, അതായത് ഹെഡ് ക്വാർട്ടേഴ്സ് മാത്രമല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ. നേരത്തെ ഇത് ഒന്നിച്ചൊരു ഇതായിരുന്നു, പിന്നെ ഒന്നിച്ചൊരു സ്ഥാപനമായിട്ട് നിലനിൽക്കുകയായിരുന്നു KSEB ബോർഡ്. അപ്പോൾ അത് പിന്നീട് വന്നിട്ടുള്ള കമ്പനിവൽക്കരണം എന്ന് പറയുന്നത് അതൊരു സെൻട്രൽ പോളിസി ആയതുകൊണ്ട് ഇത് 3 പ്രൊഫിറ്റ് സെന്ററുകളായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 3 പ്രൊഫിറ്റ് സെന്റേഴ്സ് എന്നാണ് പറയുന്നത്. അത് ജനറേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്മിഷൻ എങ്ങനെയാണ്. അതിനകത്ത് ഏറ്റവും പബ്ലിക്കുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ വിങ്ങാണ്. അതാണ് ഏറ്റവും ഇതും. പിന്നെ ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് അടക്കമുള്ള ഇതാണ്. പിന്നെ ട്രാൻസ്മിഷൻ ലൈൻസ് വലിച്ചിട്ട് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതാണ് ആ ഒരു വിങ്. അത് 3 സെപ്പറേറ്റ് ആണ്. ഇത് 3 കമ്പനികളായിട്ട് സെപ്പറേറ്റ് ചെയ്യണമെന്ന് സെൻട്രൽ ഇലക്ട്രിസിറ്റി നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ഫെഡറൽ തത്വം അനുസരിച്ച് മാറി നിൽക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഇത് ചെയ്തു. എന്നാൽ ഇത് നമ്മുടെ ഇവിടെ ഏതൊക്കെ ഗവൺമെൻറ്റുകളും മാറി മാറി ഭരിച്ചിട്ടും അവരാരും തന്നെ ഇതിനെ പൂർണ്ണമായിട്ട് കമ്പനിവൽക്കരിക്കാനായിട്ട് അവർ തയ്യാറായില്ല. അതുമാത്രമല്ല, എംപ്ലോയീസിൻ്റെ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു, പൊതുജനങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ ഇപ്പോൾ ഇത് 3 കമ്പനികളായിട്ട് തന്നെ നിർത്തിക്കൊണ്ട് ഒറ്റ കുട കീഴിൽ KSEB ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ടാണ് മാറി. ഓക്കെ സാർ, അപ്പോൾ ഞാനൊരു ഡൗട്ട് ചോദിച്ചോളൂ. അതായത് ടെക്നിക്കൽ മേഖലയിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ നോൺ ടെക്നിക്കലായിട്ട് കയറുന്ന ഒരാൾക്ക് അയാളുടെ പ്രൊമോഷൻ ചാൻസ് എങ്ങനെയായിരിക്കും? പ്രൊമോഷൻ സാധ്യതയുണ്ട്. കാരണം അത് ഇപ്പോൾ ഏതൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റിലും നമ്മുടെ എൻട്രി സമയത്ത് നമ്മളുടെ അവിടുത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ തൊട്ടു മുമ്പുള്ള ബാച്ചിലും ഞങ്ങളുടെ ബാച്ചിലും ഒക്കെ തന്നെ ഈ ഒരു മാമത്ത് സെലക്ഷനാണ്. ഒരു വലിയ ബൾക്ക് ക്വാണ്ടിറ്റി ആൾക്കാരെയാണ്. അപ്പോൾ എനിക്ക് തൊട്ട് മുമ്പുള്ള ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ 2500-ഓളം ജനറൽ കാറ്റഗറിയിൽ ആൾക്കാർ കയറുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു പിന്നെ സെക്ഷൻ ഓഫീസിൽ തന്നെ മിനിമം 3 ക്യാഷസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൂടുതൽ വേഗം തന്ന് മാനുവൽ കളക്ഷനാണ് ബില്ല്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ ഈ ക്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. അപ്പോൾ മാനുവൽ എഴുതിയെടുക്കുക, പോസ്റ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ അക്കൗണ്ട് ചെയ്യുക, പിന്നെ ഡിഫോൾട്ടേഴ്സിനെ കണ്ടുപിടിക്കുക, ലിസ്റ്റ് ഉണ്ടാക്കുക, അത് ഡിസ്കണക്ട് ചെയ്യാനുള്ള ലിസ്റ്റുകൾ തയ്യാറാക്കി കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി വർക്കുകളുണ്ട്. പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ലെവലിലേക്ക് വരുമ്പോൾ സീനിയർ അസിസ്റ്റൻറ്റിന് ഇതെല്ലാം തന്നെ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് അതിൻ്റെ റെക്കോർഡ്സ് ഉണ്ടാക്കണം. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ റവന്യൂ വരുമാനവും അതിൻ്റെ ചിലവുമൊക്കെ
ഇവിടുത്തെ ഓഡിറ്റിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അത്രയും ആൾക്കാർ വേണം. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് നമുക്ക് കുറച്ച് ഓട്ടോമേറ്റഡായി. അപ്പോൾ ഈ ആൾക്കാർ കുറഞ്ഞു വന്നു, സെക്ഷൻ ഓഫീസിൽ കൂടി. ഇപ്പോൾ ഓൺലൈൻ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഈ ക്യാഷ്യർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഓഫീസിൽ ഒരാൾ എന്ന് പറയുന്ന ഇതിലേക്ക് മാറി. പക്ഷേ അതനുസരിച്ച് ഈ പഴയ കാലത്തുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് വിതിൻ 2 or 3 years ഈ പഴയ ജനറേഷനെ കംപ്ലീറ്റ് ആൾക്കാർ പോകും. എന്നാൽ എപ്പോഴും നമുക്ക് റിക്വയർമെൻറ്റിന് അറ്റ് പാർ അത് എപ്പോഴും ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരിക്കലും ഒരു സർപ്ലസ് വരാത്ത രീതിയിലാണ് അവരെപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കയറിയിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലി സ്ഥിരത എന്ന് പറയുന്നതിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ഈ സ്ട്രക്ചർ ഇതേവഴി നിലനിൽക്കുന്നിടത്തോളം കാലം ഉണ്ടായില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും. പിന്നെ ഈ പറയപ്പെടുന്ന അസ്ഥിരത ജോലി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലുണ്ട്. ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആയാലോടൊക്കെ തന്നെ പല തസ്തികകളിലായിരുന്നു. പക്ഷേ അതിന് അനുസരിച്ച് പുതിയ മേഖലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമായിട്ടും ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇവിടെ റീസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അവിടെ റിന്യൂവബിൾ എനർജി ആൻഡ് എനർജി സേവിങ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിങ്, അതിന് ഡയറക്ടറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു സോളാർ അതിൻ്റെ അതുപോലെ ചാർജിങ് സ്റ്റേഷൻസ് EV വെഹിക്കിൾസ് വരുന്നതനുസരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡ് ഇപ്പോൾ അതിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ്റെ മോണോപ്പൊളി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വൈവിധ്യവൽക്കരണമുണ്ട്. അത് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്നുണ്ട്. കാരണം ഇതേ നിലയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പഴയ ഒരു രീതിയിൽ തന്നെ തുടർന്ന് പോകാൻ പറ്റില്ല എന്നുള്ളൊരു മാനേജ്മെൻറ്റിന് അവർ മനസ്സിലായതുകൊണ്ട് തന്നെ അത് നല്ല ചർച്ചകൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പം പ്രാവർത്തികമായി വരുന്നുണ്ട്. ഒരു അസിസ്റ്റൻ്റായിട്ട് കയറുന്ന ഒരാളുടെ പ്രൊമോഷൻ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? പ്രൊമോഷൻ നമ്മൾ ഇപ്പോൾ അസിസ്റ്റൻ്റായിട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ ക്യാഷിൽ നിന്ന് മാറിയാൽ തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾക്ക് ധാരാളം വേക്കൻസികളുണ്ട്. അങ്ങനെ അല്ലാതെ അവരുടെ പണികൾ അത് ക്ലറിക്കൽ വേക്കൻസി. അപ്പോൾ അത് കഴിഞ്ഞാൽ സീനിയർ അസിസ്റ്റൻ്റിലേക്ക് പോകുന്ന അവസരത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ഹെഡ് ക്വാർട്ടേഴ്സ് സെക്ഷൻ ഇതിലാണെങ്കിൽ ഡിവിഷൻ ഓഫീസർ, സർക്കിൾ ഓഫീസർ, അതുപോലെ തന്നെ വൈദ്യുത ഭവനം എന്നുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ, അതുപോലെ ഓഡിറ്റ് വിങ്ങിൽ എല്ലാം തന്നെ സീനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഇതിലേക്ക്. അപ്പോൾ ഒരു ഡിവിഷൻ ഓഫീസിലോ സർക്കിൾ ഓഫീസിലോ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വർക്കുകൾ, പിന്നെ ഈ ഓഡിറ്റിങ്, റവന്യൂ RB എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ EB എന്നാണ് ഞങ്ങൾ ഷോർട്ട് ഫോമിൽ തന്നെ പറയുന്നത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ്, റവന്യൂ വിങ്, അതുപോലെ തന്നെ ഓഡിറ്റ് ബ്രാഞ്ച്, പിന്നെ GB എന്ന് പറയുന്നത് ജനറൽ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഈ ജനറൽ ബ്രാഞ്ചിൽ എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരിക്കും ഒരു ഡിവിഷൻ ഓഫീസിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന എല്ലാ പരാതികളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അത് ഒരു ജനറൽ ബ്രാഞ്ചിൻ്റെ ചാർജുള്ള സീനിയർ സൂപ്രണ്ട് വഴി ഈ സീനിയർ അസിസ്റ്റൻ്റ് കയ്യിലേക്ക് വരുന്നു. ഈ ലെറ്റർ ഡ്രാഫ്റ്റിങ്ങും അതുപോലെ എൻ്റെ ഡെസ്പാച്ചും അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ലിറ്റിഗേഷൻ ഫയൽസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ തുടർ നടപടികൾ വരികയും അതൊക്കെ നോട്ട് ചെയ്തിട്ട് ഇത് ഹെഡ് ഓഫ് ദി ഓഫീസിനെ കൃത്യമായ സമയത്ത് അറിയിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ്. അപ്പോൾ ഇത് റെക്കോർഡ്സെല്ലാം കീപ്പ് ചെയ്യുന്നത് ചെയ്യണം. അപ്പോൾ അതാണ് ഈ ജനറൽ ബ്രാഞ്ചിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. മറ്റേ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡിവിഷൻ ഓഫീസാണെങ്കിൽ എൻ്റെ കീഴിൽ എത്ര സെക്ഷൻ ഓഫീസുകളുണ്ടോ അല്ലെങ്കിൽ ഏതെല്ലാം ഓഫീസുകളിൽ ലിങ്ക് ആയിട്ടുണ്ടോ അവിടെയുള്ള എല്ലാ എംപ്ലോയീസിൻ്റെ ഈ സർവീസ് റെക്കോർഡ്സ്, അവരുടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പെൻഷൻസ്, ഇതെല്ലാം തന്നെ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബ്രാഞ്ച് ആയിരിക്കും. റവന്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ കറണ്ട് ചാർജ് അടക്കമുള്ള ഈ സെക്ഷൻ ഓഫീസുകൾ വരുന്ന ഇതിൻ്റെ കണക്കുകൾ നേരെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് റവന്യൂ ബ്രാഞ്ചിലാണ് വരും. അതുപോലെ നമുക്ക് ഈ കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെ കേബിൾ വരെ ഡ്രോ ചെയ്ത് പോകുന്ന ഇതുണ്ട്. അപ്പോൾ അതിനൊക്കെ അവർ ഒരു പോസ്റ്റിന് ഇത്ര രൂപ എന്ന് പറയുന്ന രീതിയിൽ അത് നമുക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ ബോർഡ് നിശ്ചയിച്ചുറപ്പിച്ച പൈസ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കളക്ഷൻസ്, അവരെ കൊണ്ട് എഗ്രിമെൻറ്റുകൾ വെക്കുക, ഈ കാര്യങ്ങളെല്ലാം അവിടെയാണ് ചെയ്യുന്നത്. പിന്നെ ഓഡിറ്റ് ബ്രാഞ്ചിൽ ഇതിൻ്റെ എല്ലാം തന്നെ കോർഡിനേഷൻ, അത് അവിടെ ഒരു ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ എന്ന് പറയുന്നൊരു DA തസ്തികയിലുള്ള ഒരു ഉദ്യോഗസ്ഥർ കാണും. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ ഓഡിറ്റ് വർക്കുകൾ ഒക്കെ നടക്കുന്നത്. അപ്പം ഈ ഡിവിഷൻ ഓഫീസറാണെങ്കിൽ അവിടെ അങ്ങനെ, സർക്കിളാണെങ്കിൽ അത് മറ്റ് ഡിവിഷനുകളുടെ എല്ലാം കൂടെ കോർഡിനേഷൻ വരും. സാർ, അപ്പോൾ അവിടെ ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കയറുന്ന ഒരാൾ എത്ര വർഷം കഴിയുമ്പോൾ ഫസ്റ്റ് പ്രൊമോഷൻ കിട്ടും? ഏതാണ് ഫസ്റ്റ്? ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആയിരുന്നു പ്രൊമോഷൻ. അതായത് ഇവർ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം വരുന്ന വേഗം, ഞാനതാ പറഞ്ഞു, കയറുന്ന സമയം ഒരു വലിയ വിഷയം. ഇപ്പോഴെ സംബന്ധിച്ചിടത്തോളം ഈ സീനിയർ തസ്തികയിലിരുന്ന ആൾക്കാരെല്ലാം തന്നെ റിട്ടയർ ആയി കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ കയറുന്ന സമയത്തൊക്കെ ഒരു 15 വർഷം വരെയൊക്കെ സീനിയർ അസിസ്റ്റൻ്റായിട്ട് ഇരുന്നവരുണ്ട്. ഞാൻ കയറുന്ന സമയത്ത് സീനിയർ അസിസ്റ്റൻറ്റിലേക്ക് കയറാൻ വേണ്ടി 7 വർഷത്തോളം മിനിമം എടുത്തത്, അന്ന് ടെസ്റ്റ് പാസ്സായിട്ടുള്ളവരാണെങ്കിൽ. അപ്പോൾ കാരണം ഈ ക്യാഷ് തസ്തികയിൽ നിന്ന് കൂടുതൽ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തില്ല, കാരണം ഇവിടെ കൂടുതൽ റിക്വയർമെൻ്റ് ഉണ്ട്.
പിന്നെ മുകളിലുള്ള തസ്തികകൾ. അപ്പോൾ അത് അത്രയും ആൾക്കാർ കൂടുതലൊന്നും ഉണ്ടായി. ഇപ്പം ഈ അടുത്ത സമയത്ത് ധാരാളം ഈ ആയിരക്കണക്കിന് ആൾക്കാരാണ് എല്ലാ തസ്തികകളിൽ നിന്നും റിട്ടയർ ആയി പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നതിൽ ഒരു വർഷത്തിനുള്ളിൽ അടുത്ത പ്രൊവൈഡഡ് ദേ ക്വാളിഫൈ ദ. അതായത് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പ്രൊമോഷൻ കിട്ടത്തുള്ളൂ, അല്ലാതെ അല്ലെങ്കിൽ ഇപ്പോൾ അതിന് ഒരു ടേം ഉണ്ട്, ഈ 45 വയസ്സ് അത് ഉറപ്പാണ്. 45 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അന്നേരം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വേക്കൻസിയിലേക്ക് അവർ പ്രൊമോഷൻ കിട്ടും. അതേപോലെ തന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, KSEB-യിൽ സാധാരണഗതിയിൽ ഒരു പ്രൊമോഷണൽ ടെസ്റ്റ് എഴുതണമെങ്കിൽ ഒരു വർഷത്തെ പ്രൊമോഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ്. ഇല്ല, അങ്ങനെയില്ല. ഇല്ല, നമുക്ക് നമ്മൾ ഇത് ക്വാളിഫൈ ചെയ്ത് പ്രൊമോഷൻ ടെസ്റ്റുകൾ ക്വാളിഫൈ ചെയ്തിട്ടാണ് നമ്മൾ സർവീസ് ഇൻഡക്ട് ചെയ്യപ്പെടുന്നെങ്കിൽ ഇതിൽ എപ്പോഴാണോ പ്രൊബേഷൻ ക്ലിയർ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നമുക്ക് എക്സാം എഴുതാം. ഓക്കെ. അപ്പോൾ മറ്റൊരു ഡൗട്ട്, അല്ല, എക്സാം എഴുതിയിട്ട് നമ്മൾ കയ്യിലിപ്പം ചില ആൾക്കാരും പല ആൾക്കാരും അന്യ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ധാരാളം ആൾക്കാർ ഇവിടേക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം തന്നെ ഈ പിന്നെ PWD അവിടെ ഇവിടെ കയറുന്ന ആൾക്കാരെല്ലാം തന്നെ അവർ ഈ ലോവർ ടെസ്റ്റ് പാസ്സായില്ല. ഒരു വ്യത്യാസമുള്ള 1-2 കാര്യങ്ങളേ ഉള്ളൂ. അതിലൊന്ന് സപ്ലൈ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു ഈ PWD കോഡ്, അത് ചിലത് വേണ്ടത്. അപ്പം ഇതെല്ലാം പാസ്സായിട്ടാണ് ഇയാൾ സർവീസിലേക്ക് വരുന്നതെങ്കിൽ ഈ വ്യത്യാസമുള്ള ഈ 2 മാത്രം എഴുതിയാൽ മതിയാവും. അപ്പോൾ കയറുമ്പോൾ തന്നെ ഇതിന് 6 months അവർ ക്വാളിഫൈഡ് ആവും. ക്വാളിഫൈഡ് ആയിട്ട് അവർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉടൻ തന്നെ പ്രൊമോഷൻ. സാർ, അപ്പം ടെക്നിക് ഇപ്പോൾ ഒരാൾ BTech ഒരാൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, BTech ഇലക്ട്രിക്കലാണ് എടുത്തേക്കുന്നത്, ഡിപ്ലോമ ഇലക്ട്രിക്കലാണ്. അപ്പോൾ അയാൾ ചില കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിട്ടായിരിക്കും കയറുന്നത്. അപ്പോൾ പുള്ളിക്ക് ടെക്നിക്കൽ പോസ്റ്റിലേക്ക് മാറാൻ പറ്റും എന്ന് പറയുന്നത് ഇവിടെ നമ്മളിപ്പോൾ ടോട്ടൽ 100 വേക്കൻസീസ് അറേസ് ഏത് തസ്തികയിലുമാണെന്നിരിക്കും. അതിൽ ഡയറക്റ്റ് 50% എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ കോട്ടയായിരിക്കും. ഇപ്പം ടെക്നിക്കൽ വിങ്ങിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ആ തസ്തികയിൽ നിന്ന് അവിടെ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിരിക്കും. അതായത് നമ്മുടെ ഈ ITA ഹോൾഡേഴ്സ് ഉണ്ട്. ഇപ്പം ഈ AEയിൽ നിന്ന് സബ് എഞ്ചിനീയർ ടു AE ആണ് പ്രൊമോഷൻ വരുന്നതെങ്കിൽ ഈ ITA കോട്ടയുണ്ട്, അതുപോലെ തന്നെ ഡിപ്ലോമ കോട്ടയുണ്ട്, അതുപോലെ തന്നെ ഗ്രാജുവേഷൻ്റെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് പെർസെൻറ്റേജ് ഡിവൈഡ് ചെയ്തു. 50% അങ്ങനെ ഡയറക്റ്റ് ഈ കാറ്റഗറി തിരിച്ചിട്ട് നേരിട്ട് പ്രൊമോഷൻ വൈസാണ് നികത്തുന്നത്. ബാക്കി 50%-ൽ 40% മാത്രമേ പുതിയ എൻട്രി കേഡറായിട്ട് നമ്മൾ PSCയിലേക്ക് കൊടുക്കുകയുള്ളൂ. അതിൽ 10% സ്യൂട്ടബിലിറ്റി ക്രൈറ്റീരിയൻ എന്നാണ് പറയുന്നത്. അതായത് ഈ തസ്തിക എൻട്രി കേഡർ എന്ന് പറയുമ്പോൾ ഒരു മീറ്റർ റീഡർ എന്ന് പറയുന്ന എൻട്രി കേഡർ, സബ് എഞ്ചിനീയർ എൻട്രി കേഡർ, ഓവർസിയർ പക്ഷേ അല്ല. ഓവർസിയർ എന്ന ലൈൻമാൻ ടു ഓവർസിയർ പ്രൊമോഷനേ ഉള്ളൂ. പിന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ട്, അവിടെ വരെ ഉള്ളൂ നമുക്ക് ഡയറക്റ്റ് ആളുള്ളൂ. പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റേ ഉള്ളൂ. അതിൽ പിന്നെ ഈ പാരിറ്റി കീപ്പ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർ സ്പെഷ്യലായിട്ട് അന്നേരം ഡിക്ലെയർ ചെയ്ത് വരുന്നതാണ്. അല്ലാതെയുള്ള എല്ലാ വേക്കൻസികളിലും ഈ 40% PSCക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 100-ൽ 50 ഓട്ടോമാറ്റിക്കലി പ്രൊമോഷനായിട്ട് പോയി. ഈ 50 റിമൈൻ ചെയ്യുന്നതിൽ ഈ 50 വേക്കൻസി 40 നമുക്ക് PSC ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് വേണ്ടി നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ഈ 10% സ്യൂട്ടബിലിറ്റി വേക്കൻസി എന്ന് പറയും. അതായത് താഴെ തസ്തികയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ക്വാളിഫൈഡ് ആണെങ്കിൽ, എൻട്രി കേഡറിലേക്ക് ക്വാളിഫൈഡ് ആണെങ്കിൽ ആ എൻട്രി കേഡറിൽ വരുന്ന തസ്തികയിൽ അവർക്ക് ഈ സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് എഴുതാം. ടെസ്റ്റ് എഴുതിയിട്ട് ബോർഡിൽ നിന്ന് ഈ തസ്തിക മാറ്റം വഴി അവരേക്ക് നീങ്ങും. സാറിന് ഒരു ഡൗട്ട് ചോദിച്ചിട്ട്, ഇപ്പം ഞാൻ KSEB പുറത്തു നിന്ന് നോക്കുമ്പോൾ ഞാനൊരിക്കൽ ഗവി പോയ സമയത്ത് ഈ ലൈൻ ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് ലൈൻ ഭയങ്കര ഒരു സൗണ്ടോട് കൂടിയാണ് ഈ ലൈനിൽ ട്രാൻസ്മിഷൻ നടക്കുന്നത്. എന്നൊരു സൗണ്ടോടെ കേട്ടിട്ടായിരിക്കും ലൈൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ തൊട്ട് ഞാൻ ഭയങ്കര ഒരു ഇഷ്ടത്തോടെ വീക്ഷിക്കുന്നുണ്ട്. അതായത് ഇത്രയും വലിയ പ്രൊഡക്ഷൻ നടക്കുന്നു, അത് കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നു, പിന്നെ അതേ കണക്ക് ട്രാൻസ്മിഷൻ നടക്കുന്നു, എനർജി ലോസിനെ മാനേജ് ചെയ്യുന്നു. എത്രത്തോളം വലിയൊരു സിസ്റ്റമാണ് KSEB? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പുറത്ത് ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നമ്മൾ കാണുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്കൊരു എക്സസ് ബില്ല് കിട്ടും, അവിടെ ആയിരിക്കും അതിന് തുടക്കം. ഒരു എക്സസ് ബില്ല് എന്ന് പറയുന്നത് എപ്പോഴും ആ എക്സസ് ബില്ല് കിട്ടുമ്പോൾ അയാൾ ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയൊക്കെ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ പിന്നെ KSEBയുടെ കൊള്ളയെന്നോ ഒക്കെ പറഞ്ഞ് ഇത്തരത്തിലൊക്കെ ഒരു നെഗറ്റീവ് കമൻറ്റുമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ധാരാളം ആൾക്കാർ കമൻറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ആക്ച്വലി നമ്മളൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് സ്ഥാപനം എന്നുള്ള നിലയിൽ അതിൻ്റെ പരമാവധി എഫിഷ്യൻസിയിൽ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. നമുക്ക് നേരിട്ട് അതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കാനായിട്ട് നമ്മളതിനെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നെഗറ്റീവ് സൈഡ് ഇല്ല എന്നല്ലേ പറഞ്ഞത്, എല്ലാ കാര്യത്തിലും നെഗറ്റീവ് സൈഡ്. അത് ചിലപ്പോൾ അത് വ്യക്തിപരമായി എംപ്ലോയീസിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ക്വാളിറ്റീസ് അതിനകത്ത് ഒരു ഓഫീസർ എന്ന് പറയുന്നത് അയാൾ ആ ഒരു പോസ്റ്റിന് അത്രത്തോളം അർഹനായിട്ടുള്ള ഒരു പെരുമാറ്റ രീതി അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ നമുക്ക് അത്തരത്തിലെന്ന് അത് നമുക്ക് പൊതുവായ ഒരു കാര്യമല്ല, ഏത് ഓഫീസിലും ഇത് വരുന്നത്. പക്ഷെ അല്ലാതിരിക്കുകയാണെങ്കിൽ ഇത് വളരെ അപ്ഡേറ്റഡാണ്. കാരണം എല്ലാ കാര്യങ്ങളിലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ AI ടെക്നോളജി ആർട്ടിഫിഷ്യൽ അതിൻ്റെ വരെ ഇപ്പം നമുക്ക് ഈ മിനിസ്റ്ററി സ്റ്റാഫിൻ്റെ ഇടയിൽ വരെ തുടങ്ങി. ഇപ്പോൾ ഫസ്റ്റ് ഒരു 5 ദിവസത്തെ ട്രെയിനിങ്
ഇപ്പം റീസെൻ്റായിട്ട് വിളിച്ചവർ കൊടുത്തു. അപ്പോൾ അത് തുടക്കത്തിൽ അത് ഈ ChatGPT അതുപോലെ നമ്മുടെ ഈ ക്വറി എന്ന് പറയുന്ന ഒരു ആപ്പ് എഴുതുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് അതെങ്ങനെ ഉപയോഗിക്കാം. അപ്പം ഇത് അബ്സല്യൂട്ട്ലി ഒന്നും അറിയാൻ വയ്യായിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അതിനകത്തൊരു ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്നത് അത് തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇത് കൂടി ഈ ആപ്പ് വഴിയൊക്കെ നമുക്ക് എന്താ പറയുക, പണ്ട് മാമത്തായിട്ടുള്ള ലിസ്റ്റായിരിക്കും കാണുന്നത്. അതിനകത്ത് പല ക്രെഡൻഷ്യൽസ് ഉള്ള റിപ്പോർട്ടുകൾ കാണും. അപ്പോൾ അതിനകത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം. മറ്റേതാണെങ്കിൽ ഒരു വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഗ്രിഗേറ്റ് സമ്മറി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒത്തിരിയും ഡിലീഷൻസും അഡീഷൻസും ഒക്കെ നടത്തേണ്ടി വരും. ഇപ്പോൾ അത് ഡയറക്റ്റ് അതിനകത്തിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് ഇപ്പം ഈ പുതിയ ജനറേഷൻ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങി. ഇപ്പോൾ അടുത്ത ദിവസം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെല്ലാം ചെയ്യും. സാർ, ഈ KSEB പല കുട്ടികളുടെ ഡൗട്ടാണ്, ഇതൊരു സർക്കാർ സ്ഥാപനമാണ്, മാത്രമല്ല പെൻഷൻ കിട്ടും. ഇതിനെ യഥാർത്ഥത്തിൽ സർക്കാർ സ്ഥാപനം എന്ന് തന്നെ പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കേരള സർവീസ് റൂൾസാണ്. ഇതിൽ ലിമിറ്റഡ് കമ്പനി ആണെങ്കിലും ഇതുവരെയും കമ്പനി ആക്ട് ഇതിനകത്ത് നമ്മൾ ഇത് ചെയ്തിട്ടില്ല. പെൻഷനായാലും എല്ലാം തന്നെ എങ്ങനെ ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഒരു ഗവൺമെൻറ് എംപ്ലോയിയുടെ എങ്ങനെയാണ് ഈ പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അതേപോലെ തന്നെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ആ റൂൾസും എല്ലാം തന്നെ. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഇതിൻ്റെ എന്താണ് നമ്മൾ ഈ സാലറിയുടെ റിമിഷൻസ് ഇതൊക്കെ തന്നെ അവർ ഫോളോ ചെയ്യുന്ന അതേ പാത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അനുസരിച്ചിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ആയിരിക്കുന്നു. അതുള്ളൂ. അതായത് ഒരു സർക്കാർ സ്ഥാപനമാണ്, പെൻഷൻ NPS ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ സാർ, അപ്പോൾ ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ. അപ്പം ഇത് പൊതുവെയുള്ള ഒരു ഡൗട്ടാണ്, ഈ KSEB കയറുന്ന എല്ലാവർക്കും ഭയങ്കര സാലറിയാണ്, അങ്ങനെയൊക്കെ കുറച്ച് ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് ലൈൻമാൻ വരെ ലക്ഷങ്ങൾ മേടിക്കുന്നത് ഊതിപ്പെരുപ്പിച്ചെടുക്കുന്നില്ല. കാരണം നമ്മൾ ഓഫ് കോഴ്സ് ഞാൻ പറയുന്നു വളരെ നല്ല അപ്രീഷിയേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സാലറി സിസ്റ്റം ഉണ്ട്. അതെന്നാൽ നമ്മൾ ഈ സെക്രട്ടറി അസിസ്റ്റന്റുമായിട്ടൊക്കെ അതേ ക്വാളിഫിക്കേഷനോട് കൂടി തന്നെയാണ് ഇവിടെയും റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന അവസരത്തിൽ ഈ പറയുന്ന വലിയ വ്യത്യാസം ഇല്ല. പിന്നെ ഈ പറയപ്പെടുന്ന അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ ഈ സർവീസിൻ്റെ ആയിട്ടുള്ള ടൈമും അവരെടുക്കുന്ന റിസ്ക് ഫാക്ടറും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്തു. ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റേത് ഒരു മെഡിക്കൽ ക്ലർക്കോ അല്ലെങ്കിൽ മറ്റെന്തോ ആയിക്കോട്ടെ ഒരു സ്ഥാപനത്തിൽ വരുന്നത് 10 മണി തൊട്ട് 5 മണി വരെയാണ് വർക്കിംഗ് ടൈം. ഇത് ഒരു ലൈൻമാൻ ഓഫീസിൽ ഹാജരാകുന്നത് ഷാർപ്പ് 8:30 ആയിരിക്കും. അതിനു മുമ്പ് തന്നെ അവരുടെ ഇപ്പം മോർണിംഗ് സെക്ഷനിൽ അവർക്കൊരു ഒരു മീറ്റിംഗ് ഉണ്ട്, സൺറൈസ് മീറ്റിംഗ് എന്നാണ് പറയുന്നത്. അവിടെ അവർ അന്നത്തെ വർക്കുകളെല്ലാം തന്നെ ഒരു സബ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഓരോരുത്തർക്കും വിഭജിച്ച് കൊടുക്കുകയും അതിനുശേഷം അവർ ഒരു ഓത്തും എടുത്ത് സേഫ്റ്റി ഓത്തും കൂടി എടുത്തതിന് ശേഷമാണ് ഫീൽഡിൽ പോകുന്നത്. എന്നിട്ട് ഇയാളുടെ വർക്ക് തീരുന്നതെന്ന് പറയുന്നത് 6:30 വരെ പീക്ക് ഡ്യൂട്ടി വരെ ചെയ്തതിന് ശേഷമേ അവർക്ക് പോകാൻ പറ്റും. അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് കാഷ്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ. ഏതൊക്കെ രീതിയിൽ നമ്മൾ സേഫ്റ്റി അവയർനെസ് കൊടുത്തിട്ടും നമ്മൾ ആ കണക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വിഷമിച്ചു പോകുന്നവരാണ്. അതുപോലെ തന്നെ ഈ താഴെ തസ്തിലുള്ള ആൾക്കാരുടെ വിയോഗത്തിന് ശേഷം ആ കുടുംബത്തിൽ നമ്മൾ ചെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാവും. നമ്മൾ ഈ പുറത്ത് കണ്ട ഒന്നുമല്ല ആ വീടുകളൊന്നും, അവിടെ പ്രാരാബ്ദങ്ങളും ഒക്കെ മനസ്സിലാവും. അത് ഞങ്ങൾ വളരെ ഡയറക്റ്റായിട്ട് ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയപ്പെടുന്നത് റിയാലിറ്റി അതാണ്. അതുപോലെ പിന്നെ അവർ ഹോളിഡേയ്സ് ഉണ്ട്, ഹോളിഡേ ഡ്യൂട്ടികളുണ്ട്. ഇനി അടുപ്പിച്ച് വരുമ്പോൾ ഇപ്പം പലപ്പോഴും നമുക്ക് എല്ലാ തസ്തികകളിലും എല്ലാ ഡ്യൂട്ടിയും കറക്റ്റായിട്ട് ചെയ്യപ്പെടുവാനായിട്ട് ആൾക്കാർ പലപ്പോഴും കുറവ് വരുന്നുണ്ട്. ഈ റിട്ടയർമെൻറ്റ് വേക്കൻസിയൊക്കെ ദ്രുതഗതിയിൽ നികത്തപ്പെടത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ ആളിൻ്റെ കുറവുള്ളതുകൊണ്ട് ഇവർക്ക് ചിലപ്പോൾ ഇവരുടെ ഈ ഓഫുകൾ പലപ്പോഴും എടുക്കാൻ പറ്റാതെ. അപ്പോൾ അവർ ഈ വർക്കിംഗ് ഡേ മാത്രമല്ല ഓണം സഹിതമുള്ള സമയത്ത് ആ ഓണത്തിന് വരെ അവർ ആരെങ്കിലുമൊക്കെ അവിടെ വേണം ഡ്യൂട്ടി അറേഞ്ച് ചെയ്യുക. ഇത്രയും വർക്ക് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ഈ വലിയ സാലറി എന്ന് പറയുന്നത് പല കേസുകളിലും ഈ ഫിക്സേഷനൊക്കെ വരുന്ന അവസരത്തിൽ നമ്മൾ അറിയാം, ഇതിനകത്ത് ഈ കമ്പാഷനറ്റ് ബേസ് കയറുന്ന ധാരാളം ആൾക്കാർ. കാരണം ഈ ലൈൻ ഡ്യൂട്ടിക്കിടയിൽ മരിക്കുന്ന അതിലേറ്റവും കൂടുതൽ മരിക്കുന്ന നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ടെക്നിക്കൽ സ്റ്റാഫ് ആയിരിക്കും. അവരുടെ ഇടയിൽ മരിക്കുമ്പോൾ സാധാരണപ്പെട്ട ആൾക്കാരുടെ അവരുടെ വീട്ടിൽ എഡ്യൂക്കേറ്റഡ് ഒന്നും ആയിരിക്കത്തില്ല, ഈ ഭാര്യയോ മറ്റോ ഒന്നും. അതിലേതെങ്കിലും ഒരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവനെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ ഏറ്റവും പെട്ടെന്ന് 18 വയസ്സാകുമ്പോൾ ഒരു 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ ഉടൻ തന്നെ വെച്ച് താമസിപ്പിക്കാതെ സർവീസിലേക്ക് കയറുക ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ ഈ മേഖലയിലുള്ള ഒരു നല്ല ഒരു അപ്രീഷ്യബിൾ നമ്പർ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീർഘകാല സർവീസ് കിട്ടും. 30 വർഷത്തിലേറെ ഈ ഡൈ ഹാർനസിൽ കയറുന്ന എല്ലാ ആൾക്കാരും 30 വർഷത്തിന് മേൽ ആ സർവീസിൽ വരുന്ന 5 ഫിക്സേഷനെങ്കിലും ഇയാൾക്ക് കിട്ടി. ഈ കിട്ടി വരുമ്പോൾ അങ്ങനെ വരുന്ന 1 or 2 പേരുടെ, പക്ഷെ ഞങ്ങളൊന്ന് കയറുന്ന ഈ പറയപ്പെടുന്ന ഈ കണ്ണു കളിക്കുന്ന ശമ്പളങ്ങളൊന്നും
നമ്മളാരും വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാ റെസ്പെക്റ്റോടും കൂടി പറയുകയാണ്, നമുക്ക് നല്ല രീതിയിൽ അർഹമായിട്ടുള്ള സാലറി കിട്ടുന്നുണ്ട്. അതൊരു വലിയ ഒരു ക്വാണ്ടിറ്റിയാണ് എനിക്ക് ഇതുവരെ തോന്നുന്നത്. മറ്റു പല ഇതുമായിട്ട് ബാങ്കുമായിട്ടൊക്കെ കമ്പയർ ചെയ്താൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന മറ്റ് അലവൻസുകളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി അതൊന്നും തന്നെ ഇവിടെ ഇല്ല. ഓക്കെ സാർ, അതേപോലെ തന്നെ ഈ ഒരു അസിസ്റ്റൻ്റായിട്ട് കയറുന്ന ഒരു കുട്ടിയുടെ അധികാരപരിധി, അതായത് അവൻ്റെ അധികാരപരിധിയിൽ പെടുന്ന എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു ഉദ്യോഗാർത്ഥിക്ക് പറ്റും? ഈ ഇത് നമുക്ക് എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഓഫീസ് ഗ്രേഡിൽ വരുന്ന ഒരേ കാണും. എന്നിരുന്നാലും അവിടെയും എക്സിക്യൂട്ടീവ് അധികാരങ്ങളുള്ളതെന്ന് പറയുന്നത് ഈ ടെക്നിക്കൽ മേഖലയിലുള്ള ഈ സീനിയർ എഞ്ചിനീയേഴ്സ്. ഒരു ഡിവിഷൻ ഓഫീസിൻ്റെ അധികാരി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ്, സർക്കിൾ ഓഫീസിൻ്റെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ, അതിന് മുകളിലോട്ട് ചീഫ് എഞ്ചിനീയറും ഡയറക്ടേഴ്സും മറ്റാൾക്കാരും. അപ്പോൾ എന്നാൽ ഇതുകൊണ്ട് ഈ കീഴിലുള്ള ഈ സൂപ്രണ്ടിനോ അക്കൗണ്ട്സ് ഓഫീസറിനോ അല്ലെങ്കിൽ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിനോ ഒന്നും തന്നെ അധികാരമില്ല എന്ന് അവരിലാണ് ഈ റവന്യൂവിൻ്റെ കളക്ഷനും അതിൻ്റെ കാൽക്കുലേഷനും അല്ലെങ്കിൽ അതിൻ്റെ ഓഡിറ്റിങ്ങും എല്ലാം തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻ്റായി. അതുപോലെ അക്കൗണ്ട്സ് ഓഫീസേഴ്സ് അവർ ഓഡിറ്റിങ്ങിൻ്റെ എല്ലാ മേഖലയിലും ഇടപെടുന്നു. അപ്പോൾ ഇത് നമുക്കൊരു ചെറിയ ജോലിയായിട്ട് പറയാൻ പറ്റില്ല. പലപ്പോഴും ഇതിൻ്റെ റവന്യൂവിൻ്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള റവന്യൂ, അതുപോലെ തന്നെ എൻ്റെ ചിലവും, അതുപോലെ നമ്മൾ അതിൻ്റെ എല്ലാം തന്നെ ഫോർകാസ്റ്റ് ചെയ്യുന്നതും എല്ലാം തന്നെ ഇതെല്ലാം തന്നെ ഈ മിനിസ്റ്റർ ലെവലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുഖത്ത് നമ്മൾ വരുന്നതെന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉള്ള ഓഫീസ് എന്നുള്ളതല്ലാതെ നമുക്ക് ചെയ്യാൻ ധാരാളമുണ്ട്. അത് എൻജോയ് ചെയ്യുകയും ചെയ്യാം ധാരാളം. പിന്നെ ഈ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ തന്നെ ഒരു പ്രത്യേക സെക്ഷനിൽ നമ്മളിവിടെ ചെന്നൊരു ഓഫീസ് ചെന്ന് അയാൾ ഒരു എജയിലാണ് എങ്കിൽ അയാൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് മേലുദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ പൊതുവിൽ ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഞാൻ അപ്രീസിയേഷൻ നമുക്ക് കിട്ടണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ പല പല സീറ്റുകൾ മാറിയിരിക്കുകയും ഞങ്ങളുടെ സർവീസൊക്കെ ഏത് സീറ്റിൽ മാറിയാലും അത് എതിരിനോ എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെയാണ് ഏറ്റവും നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം തന്നെയാണ്. എന്നാൽ വളരെ ചുരുക്കം ആൾക്കാർ ചിലപ്പോൾ അവരൊരു സീറ്റ് മാറിയിരിക്കാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് ഇതിൽ നിന്ന് മാറി അന്നേരം പുതിയതിലേക്ക് പോകുമ്പോൾ അതൊരു പുതിയൊരു തുടക്കം തുടങ്ങും. അത്രയും മെനക്കണം വയ്യാതെ ചില ആൾക്കാർ അങ്ങനെ ചെയ്തേക്കാം. അതിന് ഏത് ഓഫീസിലാണെങ്കിലും ഇങ്ങനെ തന്നെ. പക്ഷേ അതിനകത്ത് നമ്മൾ നല്ലോണം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും. നമ്മളിപ്പം ഞാൻ ജീവിയിൽ വളരെ കാലം ഇരുന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലികൾക്ക് നല്ല രീതിയിലുള്ള അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. കാരണം ഒരിക്കലും നമ്മളിലൊരു ഒരു വിശ്വാസം ആ ഓഫീസർക്ക് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ യാതൊന്നും തന്നെ നോക്കാതെ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങളിൽ നോക്കി അത് നമുക്കൊരു ഇതായിട്ട്. സാറേ, ഇപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ എനർജി സെക്ടർ പ്രൈവറ്റ് കമ്പനീസ് വരുന്നുണ്ട്. ഇപ്പോൾ ഗുജറാത്ത് നോക്കുകയാണെങ്കിൽ അവിടെ പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട്, മഹാരാഷ്ട്ര നോക്കുകയാണെങ്കിൽ ഉണ്ട്. കേരളത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ പ്രൈവറ്റ് കമ്പനീസ് വരാൻ? ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പലപ്പോഴും ഇപ്പോൾ അതൊക്കെ അഡ്മിനിസ്ട്രേഷൻ്റെ ആ ഭരണ തത്വങ്ങളനുസരിച്ച് ബാധിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അപ്പോൾ ഏത് തന്നെ ആയാലും ഇവിടെ ഇപ്പോൾ നടക്കുന്നതിൽ ഇടതുപക്ഷ സർക്കാരാണേലും വലതുപക്ഷ സർക്കാർ ഇവരാണേലും ഇവരാരും തന്നെ ഇതിന് അനുകൂലമായിട്ട് ഒരു തീരുമാനമെടുക്കുമെന്ന് തോന്നുന്നു. അപ്പം ഇത് നിർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം തന്നെ ആ ഉത്തരവാദിത്വം നേരത്തെ ഇത് നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്ന ഒരു നയത്തിലാണ് ഈ കമ്പനി രൂപീകരിക്കപ്പെട്ടത്. കമ്പനി അല്ലെന്നല്ല, ഇലക്ട്രിസിറ്റി ബോർഡ് രാജ്യത്താകമാനം രൂപീകരിക്കപ്പെട്ടു. പക്ഷേ ഇന്ന് ഇതിപ്പം പ്രൈവറ്റ് മേഖലയോട് വന്നപ്പോൾ ഇത് നഷ്ടമുണ്ടാകാൻ പാടില്ല, ലാഭത്തിൽ തന്നെ ആയിരിക്കണം എന്നൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. കാരണം അത് പ്രൈവറ്റ് മുടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം. അതനുസരിച്ച് അതുകൊണ്ട് തന്നെ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ സെൻട്രൽ ഇലക്ട്രിസിറ്റി ആക്ട് CEA റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു ആക്ട് തന്നെ അവർ അതിനകത്ത് പുതിയ തസ്തികകളിൽ കൃത്യമായിട്ട് എൻട്രി ലെവലുകളിൽ ഇന്ന ക്വാളിഫിക്കേഷൻ വേണമെന്നും നിർബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ITI ക്വാളിഫിക്കേഷനോട് സബ് എഞ്ചിനീയറിൽ കയറാമായിരുന്നുവെങ്കിൽ ഇനിമേലിൽ അത് പറ്റില്ല. ഇനി ഡിപ്ലോമ ഹോൾഡേഴ്സിന് മാത്രമേ സാധിക്കൂ. അതുപോലെ തന്നെ AE എന്ന് പറയുന്ന തസ്തികയിലേക്ക് വേണമെങ്കിൽ BTech ഡയറക്റ്റ് എൻട്രി ആണെങ്കിൽ അത് തന്നെ വേണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇരിക്കുന്ന മിക്കവാറും നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഇരിക്കുന്ന എല്ലാ ഓഫീസുകളിലും ഈ BTech ആൾക്കാരാണ്. പഴയ ആൾക്കാരെല്ലാം തന്നെ സർവീസിൽ നിന്ന് പോയിട്ടുണ്ട്. മിക്കവാറും ആൾക്കാർ അത് സാച്ചുറേറ്റഡായി വരികയാണ് എല്ലാം വരുന്നത്. സാർ ഇപ്പം പറഞ്ഞതിൽ നിന്ന് തന്നെ ചോദിക്കുകയാണെങ്കിൽ സാർ പറഞ്ഞു ഇപ്പം KSEB പ്രോഫിറ്റിലാണ് പോകുന്നത്, അങ്ങനെ ഒരു മാനദണ്ഡമുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം ഇതിൽ നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത എന്തെങ്കിലും? ഒരു കാരണവശാലും ഇതിനകത്ത് നഷ്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ക്രൈറ്റീരിയം വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അടുത്ത സമയത്തൊക്കെ ഞങ്ങൾ പലപ്പോഴും മാനേജ്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള യൂണിയൻ തലത്തിലും ബന്ധമൊക്കെയുള്ള ചർച്ചകളിലൊക്കെ നമ്മൾ ഇത് കേട്ടിട്ടുണ്ട്. അതിന് ഇതിൻ്റെ വൈവിധ്യവൽക്കരണം വളരെ നിലനിൽക്കണമെന്ന്. ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ രാജ്യത്തെ ഇലക്ട്രിക്കൽ യൂട്ടിലിറ്റീസിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള യൂട്ടിലിറ്റി ആയിട്ട് ഗ്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് KSEB. അതിൻ്റെ എല്ലാം അവർ കിട്ടും. മാത്രമല്ല ഇവിടെ കേരളത്തിലേക്ക് സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ ഇതൊക്കെ വരുന്ന അവസരത്തിൽ ഈ കടമെടുപ്പ് പരിധിയും മറ്റുമൊക്കെ വരുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യം നിർദ്ദേശിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇന്ന നയങ്ങൾ നടപ്പാക്കണം.
ഈ അടുത്ത സമയത്തും നമ്മൾ അറിയാം ഫിനാൻസ് അതെ നമ്മുടെ ഈ ഇതിൻ്റെ പരിധി ഉയർത്തണമെന്നും പറഞ്ഞു അവർ എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം നിർദ്ദേശിക്കപ്പെട്ടത് ഇതിനകത്തെ ചില പരിഷ്കരണങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രാധാന്യം ഇപ്പോഴും ഈ ഇലക്ട്രിസിറ്റി ബോർഡിന് നിലനിൽക്കുന്നു. പക്ഷെ കോമ്പറ്റ് ചെയ്താൽ നിൽക്കാൻ പറ്റും നമുക്ക്. അതിന് ഏത് മേഖലയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇപ്പൊ എന്റെ വ്യക്തിപരമായ ഡൗട്ട് ചോദിച്ചിട്ട് ഉദ്യോഗത്തിന്റെ കണ്ണിൽ നിന്നല്ല, ഇപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പുതിയ ഹൈഡ്രോ പവർ സ്റ്റേഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. ഇപ്പൊ നിലവിലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടുന്നില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഫോർ എക്സാമ്പിൾ പള്ളിവാസലേക്ക് ഇപ്പൊ വർക്കിംഗ് അല്ല എന്നാണ് തോന്നുന്നത്, അല്ലെ? അങ്ങനെയല്ലേ? അതിന്റെ അപ്പൊ ഈ നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും പവർ പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, നീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയായിരിക്കും KEC ഇതിനെ മീറ്റ് ചെയ്യാൻ പോകുന്നത്? കേരളത്തിലെ ഓരോ ദിവസം കഴിയുന്തോറും പവർ നെസസിറ്റി കൂടി വരുന്നു, പക്ഷെ നമുക്ക് പ്രൊഡക്ഷൻ എത്രയും വരുന്നില്ല. ഇപ്പോഴും പണ്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഉപഭോഗവും അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ തമ്മിൽ യാതൊരു ബന്ധമില്ല. അത് അന്നും ഇങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെ. പക്ഷെ അന്ന് പണ്ട് നമുക്ക് ഇതിന്റെ വരുമ്പോൾ എപ്പോഴും ഈ ഉണക്ക് സമയത്തൊക്കെ നമുക്ക് പവർ കട്ട് എന്ന് പറയുന്നൊരു വലിയ വിഷയമായിട്ട് പണ്ട് ഉണ്ടായി. ശരി. പക്ഷെ ഇന്നതില്ല. കാരണം എന്താ, ഇപ്പോൾ എത്ര സെൻട്രൽ പോളിന് എത്ര വേണേലും നമുക്ക് വൈദ്യുതി വാങ്ങാനായിട്ട് സാധിക്കും. കാരണം അതിൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലെയും പല സ്ഥലങ്ങളിലെയും ഈ വൈദ്യുതി ബോർഡുകളും അതുപോലെ തന്നെ സ്വകാര്യ കമ്പനികളും എല്ലാം തന്നെ ഈ ജനറേഷൻ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ധാരാളം സ്വകാര്യ കമ്പനികളുണ്ട്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർ പറയുന്ന വിലയിലായിരിക്കും. അത് ഗവൺമെൻറ് ഏറ്റവും നല്ല ബിഡ് ആരാണോ അവരിൽ നിന്നത് സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിലുപരിയായിട്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് ഈ ഇപ്പോൾ സോളാറിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡ് ഇലക്ട്രിസിറ്റി ബോർഡല്ല, രാജ്യത്താകമാനം ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. ഇതിൻ്റെ വലിയ ഒരു റെസ്പോൺസ് ഉണ്ടായത്. ഇപ്പം ഈ പ്രൊഡക്ഷൻ നമുക്ക് വഹിക്കാൻ പറ്റാത്ത രീതിയിൽ സെൻട്രൽ ഗ്രിഡ് പോലും ബ്രേക്ക് ഡൗൺ ആവുന്ന കേസിലേക്ക് വരും. പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്, ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും ഉണ്ട്. ഇപ്പോൾ ഈ ഓഫ് ഗ്രിഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുണ്ട്, നമുക്ക് അവിടെ ഒരു ഈ ഇൻവെർട്ടർ കാണും, അത് സ്റ്റോർ വെച്ചിരിക്കുന്നു. എപ്പോഴാണ് കറണ്ട് പോകുന്നത് നമുക്കിത് ഉപയോഗിക്കാം. ബാക്കി എനർജി നഷ്ടമാണ്. അതേസമയം നമുക്കറിയാം ഈ പവർ കട്ട് എന്ന് പറയുന്ന പവർ ഇൻട്രപ്ഷൻ വളരെ ചുരുക്കം ഉണ്ടാകും. അപ്പോൾ അതിന് ബാക്കിയുള്ള സമയം മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേസ്റ്റായി പോകില്ലേ. അതേസമയം ഇത് നമ്മൾ നേരിട്ട് ഓൺ ഗ്രിഡിലാണെങ്കിൽ ഇത് കയറ്റി വിടുകയും ചെയ്യാം, നമുക്ക് അതിന് ഒരു പണം ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും, നമ്മുടെ വീട്ടിലെ കാര്യം ഫ്രീ ആയിട്ട് നടക്കുകയും ചെയ്യും. സാറ് 1999 2000 മുമ്പാണ് സാർ സർവീസിലേക്ക് കയറിയത്. അപ്പോൾ ഇത്രയും വർഷം KECയുടെ ചരിത്രവും മുന്നോട്ട് വരികയാണ്. അപ്പം സാറ് കയറിയ സമയവും ഇപ്പോഴും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജോലിയുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ജോലിയുടെ സ്വഭാവത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പണ്ട് നേരത്തെ എന്ന് പറയും ഞാൻ പറഞ്ഞല്ലോ, ഈ മിനിസ്റ്റർ വിങ്ങിലാണെങ്കിൽ ഒട്ടും തന്നെ ഓട്ടോമാറ്റഡ് അല്ല, നമ്മളെല്ലാം തന്നെ മാനുവലായിട്ട് ചെയ്യില്ലാണ്. ബില്ല് എടുക്കുന്നതാണേലും ബില്ല് പോവുക, ആ ഒരു മീറ്റർ റീഡർ പോയി കിട്ടുന്ന റീഡിങ് ഫൈനൽ റീഡിങ് എഴുതിക്കൊണ്ട് വരിക, അത് പ്രീവിയസ് റീഡിങ് കുറച്ചിട്ട് എത്രയാണ് കൺസംഷൻ, ആ കൺസംഷൻ വേറൊരു ബുക്ക് നോക്കിയിട്ട് അതിനനുപാതികമായിട്ടുള്ള റേറ്റ് ഏത് താരിഫിലാണോ നോക്കുക, എഴുതി വെക്കുക. എന്നിട്ട് അയാൾ അവിടെ ഒരു കോപ്പി അവിടെ കൊടുത്തിട്ട് വരിക, ബാക്കി ഡ്യൂപ്ലിക്കേറ്റ് അവിടെ വരിക, നമ്മളിത് പോസ്റ്റ് ചെയ്യുന്നു, അത് നോക്കിയിട്ടാണ് നമ്മൾ കളക്ഷൻ എടുക്കുന്നത്. എന്നിട്ട് ഈ വരവും ചിലവും ഒക്കെ തന്നെ നമ്മളിത് നോക്കി കണക്ക് കൂട്ടി എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അതിനകത്ത് അന്ന് കൃത്യമായിട്ടൊക്കെ ചെയ്തിരുന്നു, അതങ്ങനെയൊക്കെ തന്നെയാണല്ലോ ബുക്കോണ്ടിരുന്നത്. പക്ഷേ വർക്ക് ലോഡ് വളരെ കൂടുതലായിരുന്നു, ഇത് എററും ഉണ്ടാകാൻ സാധ്യത. പിന്നീട് ചോദിക്കുമ്പോൾ ഇത് വീണ്ടും ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നത് ഈ ചിലപ്പോൾ കൃത്യമായിട്ടൊരു ഓഫീസിൽ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ കീപ്പ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ. ഇപ്പം നമുക്ക് ഒരിക്കൽ ചെയ്യുന്ന റെക്കോർഡ് എപ്പോഴത്തേക്കും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഏത് ഡേറ്റ വേണമെങ്കിലും, അതായത് പിന്നെ ഈ പവർ ടെസ്റ്റ് ഉണ്ടാകും, ആ സമയത്ത് സ്ക്വാഡുകൾ പിടിക്കുന്ന സമയത്ത് ഈ പെനലൈസ് ചെയ്യുന്ന എമൗണ്ട് അതിപ്പം പലപ്പോഴും നമുക്ക് LA ക്വസ്റ്റ്യനായിട്ടൊക്കെ വരും. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന പീരീഡ് തൊട്ട് ഇന്ന പീരീഡ് വരെ ഈ ഇനത്തിൽ എത്ര രൂപ ഇലക്ട്രിസിറ്റി ബോർഡ് പീനലൈസ് ചെയ്തിട്ടുണ്ട് എന്നൊരു ചോദ്യം അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേ ബാധ്യത. അത് കൃത്യമായിട്ട് നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റും. ഇതിലൊരു IT വിങ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഈ IT വിങ് ഞങ്ങൾ ഈ ഒരുമ നെറ്റ് എന്ന് പറയുന്ന ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ അത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടും അത് ഈ എസ്റ്റാബ്ലിഷ്മെന്റിലുള്ള ആൾക്കാർ തന്നെ. നമ്മൾ ഉബുണ്ടുവാണ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ പ്ലാറ്റ്ഫോം. ഓക്കെ സാർ, അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞ കണക്ക് തന്നെ ഇപ്പോൾ ടെക്നോളജി ഓരോ ദിവസം കഴിയുന്നവരെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KEC വരെ AI ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെക്നോളജി ഇത്രയും ഹൈ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്യൂച്ചറിൽ മാൻ പവർ കുറയാനായിരിക്കും സാധ്യത. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മാൻ പവർ കുറയുന്നത് എല്ലായിടത്തും ഉള്ളൊരു വിഷയം. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ ഒരു കാലത്ത് ഞങ്ങളൊക്കെ ജോലി എല്ലാം വളരെ ഈ സംശയങ്ങളായി. കാരണം ഇത് കയറുമ്പം നാളെ എൻ്റെ ഫ്യൂച്ചർ എന്താണ്. ഞാൻ ശരിക്കും സർക്കാർ സർവീസിൽ നിന്നാണ് ഇതിലേക്ക് വന്നത്. ഞാൻ ആദ്യം കയറിയത് പഞ്ചായത്ത് സർവീസിൽ, അവിടെ നിന്ന് അതിലേക്ക് വന്നത്. ആ സമയത്ത് തൊട്ട് ആൾക്കാർ പറഞ്ഞു പഞ്ചായത്ത് നമ്മൾ സ്ഥിരമായിട്ട് ജോലിയുണ്ട്, ഒരിക്കലും പഞ്ചായത്ത് ഇല്ലാതാകത്തില്ല, അവിടെ ഇരുന്നാൽ ജോലി സ്ഥിരത ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ ഇതിന് അറിവുള്ള പല ആൾക്കാരും നമ്മളെ ഡിസൈഡ് ചെയ്യുകയാണ്, വരാനായിട്ട് പ്രേരിപ്പിക്കുകയായിരുന്നു.
അങ്ങനെ വന്നു. ഈ 25 വർഷത്തിനുള്ളിൽ യാതൊരു കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല. ഇത് കുറച്ചും കൂടെ നമ്മുടെ സ്റ്റാറ്റസൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു. ആ ബോർഡുകളൊക്കെ തന്നെ അതിൽ നിന്നൊക്കെ വളരെ മാറി, വളരെ ഇതായിട്ട് മാറി. അപ്പം നമുക്ക് ഇപ്പം ഈ അങ്ങനെയാണെങ്കിൽ മിലിറ്ററി സർവീസിൽ നമ്മൾ ഒരിക്കലും ഈ പ്രൈവറ്റൈസേഷൻ ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മൾ എങ്ങനെ എടുക്കുന്നത്? കോൺട്രാക്ട് പ്യൂർ കോൺട്രാക്ട് ബേസ് എന്നുള്ള നിലയിൽ പിന്നെ ആണ് അഗ്നിവീർ എന്ന് പറഞ്ഞുള്ള അല്ലേ, അങ്ങനെയല്ലേ എടുക്കുന്നത്? അങ്ങനെ തന്നെ എടുക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല, മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ. ഇപ്പം അടുത്ത സമയത്ത് തന്നെ ഞാൻ മകളിപ്പം മെഡിസിന് പഠിക്കുന്നു, മകന് പിന്നെ ഈ MSc കഴിഞ്ഞിരിക്കുന്നു. അയാൾ ഈ റൂട്ടിൽ തന്നെയാണ് നീങ്ങുന്നത്. MSc കഴിഞ്ഞ് B.Ed ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മകളെ ഞാൻ ഈ മെഡിസിന് ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിലെ ലിസ്റ്റിൽ ചിലപ്പോൾ എപ്പോഴാണ് വരുന്നത്, ഏത് ലിസ്റ്റ് വരും, ഏത് അലോട്ട്മെൻറ്റിൽ വരും എന്നുള്ള സംശയമാണ്. നേരത്തെ ഒരു സെക്യൂരിറ്റിക്ക് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ ശ്രമിച്ചിരുന്നു. അപ്പം അവിടെ പോയി ഇരുന്നപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കോളേജിൽ, പ്രൊവിഡൻസ് കോളേജ് എന്ന് പറയും, അവിടെ അവർ ഈ രക്ഷകർത്താക്കളെല്ലാം കൂടി ഈ കുട്ടികളെ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന സമയത്തൊരു മീറ്റിംഗ് നടത്തിയിട്ട് അവരുടെ പ്രൈവറ്റ് കോളേജ് ആയതുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ അവിടെ പിന്നെ അദ്ദേഹം പറഞ്ഞതെന്താ, ഈ പണ്ട് ബിടെക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാൾ ഒരു ഡിസിപ്ലിൻ ബിടെക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ സ്ഥിരമായി ആ മേഖല ജോലി ചെയ്തു, അതേ ജോലി റുട്ടീനായിട്ട് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ പക്ഷേ ഈ മേഖലയിൽ ആഡ് ഓൺ കോഴ്സുകളോ മൈനർ കോഴ്സുകളോ ചെയ്യാത്തവർക്ക് നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തുടർ പ്രോസസ്സായിരിക്കും പഠനം എന്നുള്ള വരും. അല്ലാത്തവർ ഔട്ടാവും. 40-45 വയസ്സായി കഴിയുമ്പോൾ അവർ ചിലപ്പോൾ ആ ജോലിയിൽ കൂടുതൽ പുതിയ തലമുറയ്ക്ക് കൂടുതൽ അറിവുള്ളവർ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ ഓട്ടോമാറ്റിക്കലി പോയി, അവർ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ. അപ്പോൾ ഈ വൈവിധ്യം എല്ലായിടത്തും വരുന്നുണ്ട്. അപ്പം നമുക്കിത് വന്നു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതിന് ചോദ്യമില്ല. വീക്കെൻഡ് എന്നുള്ള ഒരു പോസിറ്റീവ് ഇതിൽ പോകാനേ വരുന്നുള്ളൂ. അതിൽ തന്നെ ഒരു മൾട്ടി പ്രോങ്ഡായിട്ട് പോകണം. നമ്മൾ ഏത് കാര്യത്തിലും കഴിവ് എപ്പോഴും അറിവ് ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കണം. പുതിയ കോഴ്സുകളുണ്ടെങ്കിൽ അതിലേക്ക് ഇപ്പം എഞ്ചിനീയറിങ്ങിന് ഒരു കാലത്ത് വന്നില്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ നിൽക്കണം എന്നുള്ള രീതിയിൽ MBA ആസ്പയർഡ് ആകാമല്ലോ. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനിയുള്ള ജോലികൾ ഒന്നും തന്നെ നമുക്ക് ഈ സമ്പൂർണ്ണമായിട്ട് ഞാൻ ഒരു ഓഫീസിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ന് മാത്രമല്ല പെർഫോമൻസ് ഓഡിറ്റുകൾ എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസുകളൊക്കെ തന്നെയാണ് അപ്പാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പെർഫോമൻസ് ഓഡിറ്റ് അത് ഓരോ സ്ഥലത്തും നമ്മുടെ ആ എന്തൊക്കെയാണോ ഡിമാൻഡ് ചെയ്യുന്ന ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തില്ലെങ്കിൽ പ്രൊമോഷനില്ല. ഓഫീസർ ഗ്രേഡിൽ പ്രൊമോഷനുണ്ട്, അപ്പാർ കൊടുത്തില്ലെങ്കിൽ പ്രൊമോഷനില്ല. കാരണം അവൻ്റെ പെർഫോമൻസ് നോക്കും. ആദ്യം എത്ര വരെ ആ പെർഫോമൻസിനുമായിട്ട് പെർഫോമൻസ് ഓഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ വിഷയമാണ്. അപ്പോൾ നമ്മൾ മാറാതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി വരുന്ന ആളിൽ അങ്ങനെയുള്ളൊരു ചിന്താഗതി വെച്ചുകൊണ്ട് നടക്കത്തില്ല. പിന്നെ ഈ എല്ലാവർക്കും ഗവൺമെൻറ് സർവീസ് തന്നെ തൊഴിൽ കിട്ടണം എന്നുള്ളതും നിർബന്ധം പറയാൻ പറ്റത്തില്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇത് വലിയ വൈവിധ്യവൽക്കരണം നടക്കുന്നു. ഇപ്പോൾ ഈ പവർ സെക്ടറിൽ തന്നെ നിൽക്കുന്നില്ല. പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് വന്നില്ല. ഈ സോളാർ അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ EV ചാർജിങ് സ്റ്റേഷൻസ് വരുന്നു. ശരിയാണ്, അതിൽ ഭയങ്കര ഫ്യൂച്ചർ ഇത് ഈ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കും. മനസ്സിലായി. അതുപോലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാരും ഈ ടൂറിന് പോകുന്ന ഇവിടേക്ക് ഈ പലപ്പോഴും ഈ പ്രൊജക്ട് സൈറ്റുകളിലേക്ക് ഈ കാർഡ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ IBAകളുണ്ട് മറ്റൊക്കെ. അപ്പോൾ ഈ ടൂറിസം ഇതൊക്കെ തന്നെ ചിലപ്പോൾ അടുത്ത ഘട്ടത്തിൽ നമുക്ക് ഇപ്പം തന്നെ ഓൾറെഡി ഉണ്ട്, എന്നാൽ അതിനെ ശരിക്കും അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഈ മേഖലകളെല്ലാം. അപ്പോൾ ഇങ്ങനെ പല തരത്തിലും ഇങ്ങനെ പുതിയ ഓരോരോ ഒരു വഴിയുടെയും പലതരത്തിലുള്ള കാര്യങ്ങൾ പൊതുവെ ടെക്നോളജി വരുമ്പോൾ അതിൻ്റെ മേഖലകൾ ഇപ്പം തന്നെ ഞങ്ങളുടെ IT സെല്ലിൽ ധാരാളം ആൾക്കാർ ജോലി ചെയ്യുന്നു. നേരത്തെ ഇതിനെതിരെ നമ്മളെല്ലാം സമരം ചെയ്തതാണ് ഈ ITയുടെ വരവിന്. സാർ 25 വർഷം സാർ എത്രത്തോളം എൻജോയ് ചെയ്തു സാറിന്റെ സർവീസ്? അത് ഒരു നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫുൾ ഹാർട്ടഡായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ജോലി തന്നെ. കാരണം ഏറ്റവും അതായത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അയാൾക്ക് അയാളുടെ സഹപ്രവർത്തകരുമായിട്ട് നല്ല രീതിയിൽ യോജിച്ചു പോകാനായിട്ട് നമ്മുടെ തൊഴിലിൽ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധ ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം തന്നെ പ്രാധാന്യമില്ലാത്തതായിരുന്നു. അവരുടെ കോപ്പറേഷൻ നമുക്ക് ആരുമായിട്ടും നമ്മൾ അനാവശ്യമായി ശത്രുത ഉണ്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ ഏതൊരു ഓഫീസിലും നമുക്ക് വളരെ നല്ല രീതിയിൽ ഫെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശത്രുക്കളും ഇല്ലാതെ അത് തന്നെയല്ല പബ്ലിക്കിന് നല്ലവണ്ണം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അത് നല്ലവണ്ണം. ഞാനിപ്പം ഇതിൻ്റെ ക്യാമറയ്ക്ക് മുമ്പേ ആയിട്ടുകൊണ്ട് പറയല്ല, എനിക്കെന്താണ് ടെക്നിക്കൽ മേഖലയിൽ ജോലി അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഒരു തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഈ വളരെ നമ്മൾ സാധാരണ ഓഫീസുകളിലേക്ക് വരുന്ന ആൾക്കാർ, ഈ ചെറിയ പാവം പിടിച്ച വീട്ടിലെ പാവപ്പെട്ട ആൾക്കാർ, അവർക്ക് വലിയ അന്നത്തെ കാലത്തേക്കാണ് എഴുത്തും വായന ഒക്കെ വളരെ അതില്ലാതെ ഇതിൻ്റെ കാര്യങ്ങൾക്ക് ഒരു ഓഫീസ് വന്നാൽ എന്തോ ഭയപ്പാട് നിൽക്കുന്ന ഒരു ആൾക്കാരാണ്. അതിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ വരാറ്. അപ്പോൾ ഇവർ വരുമ്പോൾ അവരെ എന്താണെന്ന് എനിക്കും തുറന്ന് ചോദിക്കാം. എൻ്റെ ജോലിയല്ലേ.
ഞാൻ അവിടെ ജോലി ഇല്ലാതിരിക്കുകയാണ്, നിനക്ക് അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ അവിടെ വന്നിരിക്കുന്നു, എന്താ വന്നത് എന്ന് ചോദിക്കും. ചിലപ്പോൾ വളരെ ചെറിയ, ഇയാൾ വലിയ കാര്യമായിട്ട് വരുന്ന കാര്യം വളരെ ചെറിയൊരു കാര്യം, ആ ആളിന് കൊടുത്താൽ ഒരു പ്രതിഫലവും നമുക്കൊരു ചിരി അല്ലാതെ കിട്ടത്തില്ല. പക്ഷേ ഇത് വളരെ സന്തോഷം. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയൊക്കെ ജോലി ചെയ്യുന്നു അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് വളരെ സ്നേഹത്തോടെ നമ്മൾ സ്വീകരിക്കുന്നതായിട്ട്. പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇപ്പം ആ സിറ്റീസ് ഇതുവരെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതൊരു നല്ല ഫ്രട്ടേണിറ്റിയാണ്. ഈ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം തന്നെ ഇവർ നമ്മൾ കൊടുത്തു. ഈവൻ ആക്ച്വൽ എൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ വരെയും എല്ലാ ആൾക്കാരും വീട്ടിലെ വന്ന മകനുമൊക്കെ വന്നു, മകനും കുടുംബമെല്ലാം വന്നിരുന്നു, അച്ഛനും അമ്മയൊക്കെ വന്നിരുന്നു. അവരെല്ലാം വന്നിട്ട് എന്ത് നല്ല രീതിയിലുള്ള ഫംഗ്ഷനായിട്ട് അവരെല്ലാം പല പല തസ്തികളിൽ നിന്ന് റിട്ടയർ ആയവരൊക്കെയാണ്. പക്ഷെ അവിടെ ഒന്നും കിട്ടാത്ത തരത്തിലുള്ളൊരു വാമത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രിസിറ്റി സൊസൈറ്റികളുണ്ട്, പിന്നെ ഇവരുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. അവിടെ നമുക്ക് വളരെ ഈ ബാങ്കിങ് സംബന്ധമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ സേവനങ്ങളും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ വെൽഫെയർ ഫണ്ടുണ്ട്. വെൽഫെയർ ഫണ്ടിൽ നിന്ന് ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും, ഈ ബോർഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മക്കൾക്ക് അവർ 10-12 ക്ലാസ്സുകൾക്ക് ചെയ്യുന്ന അവസരത്തിൽ അവരെ വിളിച്ചു കൂട്ടി അവർക്ക് ഒരു അപ്രീസിയേഷൻ കൊടുക്കുകയും അവർക്ക് ചെറിയ ക്യാഷ് അവാർഡ് കൊടുക്കുക, ഒരു മൊമെൻ്റോ കൊടുക്കുക. ഇതൊക്കെ തന്നെ അത് ഒരു ഫെയിലറും ഇല്ലാതെ നടത്തുന്നതാണ്. അങ്ങനെ ബോണ്ടിങ് ആണല്ലേ? വളരെ ബോണ്ടിങ്ങാണ്. നമ്മൾ അത് പല സ്ഥലങ്ങളിലും ഇല്ലാത്ത ഒരു, പല ഓഫീസുകളിലും അത് കിട്ടാതെ അതിനോട് തന്നെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളത് വളരെ ഒരു നല്ലൊരു ഫാമിലിയാണ്. പിന്നെ അതുപോലെ ഈ ആൾക്കാരാരെങ്കിലും പറയും, ഞങ്ങളിവിടെ ഈ പിന്നെ ഇതിലുള്ള ആൾക്കാരുണ്ട്, ഈ കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് അല്ലാതെ അത് കോൺട്രാക്ടർ അത് ഫോൾ പ്രൂഫായിട്ട് ആ പോളിസികളൊക്കെ അടച്ച് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് നിന്ന് കിട്ടുള്ളൂ. പിന്നെ അല്ലെങ്കിൽ നമ്മളൊരു എക്സ്ഗ്രേഷ്യ അലവൻസ് നമ്മൾ കൊടുക്കുന്ന ഒരു തുക മാത്രമേ കാണൂ. അത് ഏതാനും 4 ലക്ഷം, ഒരു 2.5 ലക്ഷം രൂപയായിരിക്കും അത്. പക്ഷെ ആ ഒരു കുടുംബം അനാഥമാകുക. അപ്പോൾ അവിടെ ഞങ്ങൾ സ്ഥിരം ഇത് ആ ഫാമിലി വെൽഫെയർ ഒരു ഫണ്ട് രൂപീകരിച്ചിട്ട് പലപ്പോഴും ഞങ്ങൾ എല്ലാ മാസങ്ങളിലും ഒരു മാസത്തെ ഒരു ദിവസത്തെ സാലറി ഓരോ വ്യക്തിയും എടുത്തിട്ട്, അപ്പോൾ ഒരു ഓഫീസിൽ കൂട്ടായ്മ ആകുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് അത് ലോസ് ഇല്ലാതാവുന്നില്ല, നമുക്ക് അത്രയൊക്കെ സഹായിക്കാൻ പറ്റുന്നു. അതിനെ ആരും എതിർപ്പില്ലാതെ എത്ര വേണേലും അത് തരാൻ തയ്യാറായി. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ല. ഓക്കെ സാർ, ഇനി സാർ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിലേക്കൊന്ന് മാറിയത്, അതായത് PSC പഠിച്ച് സാറ് ജോലിയിലേക്ക് കയറുന്ന ഒരു സമയം അതൊക്കെയാണ്. ഇപ്പോൾ നമ്മളെ കുറേ ഉദ്യോഗാർത്ഥികൾ സാറിനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ സാറ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം സന്തോഷം അന്ന് സാറിന് കണ്ടെത്താൻ പറ്റി? പഠിത്ത കാലഘട്ടത്തിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ സാറിന് അനുഭവിക്കും? ഈ പഠിത്ത കാലഘട്ടത്തിൽ നമ്മളിപ്പം പലപ്പോഴും നമുക്കില്ലാതെന്ന് പറഞ്ഞാൽ നമുക്കൊരു, ഇപ്പം ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഗൈഡൻസ് വളരെ കുറവാണ്. അപ്പം അന്നത്തെ ഒരു റുട്ടീൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എന്തെങ്കിലും ക്വാളിഫൈഡ് ആകുക, ഉടനെ തന്നെ എന്തെങ്കിലും ഈ ട്യൂഷൻ മേഖലയിലൊക്കെ ആയിട്ട് പോവുക. പിന്നെ അവിടെ ഒരു ഫ്രട്ടേണിറ്റി ഉണ്ടാവും. അതിൽ പലരും ഈ ജോബ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഒന്നിച്ചിരുന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഓർക്കുകയാണ്, ഞങ്ങളുടെ കൂടുതലുണ്ടായിരുന്നു എല്ലാവർക്കും ജോലി. പക്ഷേ ഈ ചില ഗൈഡൻസ് നമുക്ക് ചിലപ്പോൾ ചിലത് പഠിച്ചു പോകുന്നത്. അന്നത്തെ കാലത്ത് ഞാൻ ആദ്യം എനിക്ക് കുറച്ച് താമസിച്ച് ജോലി കിട്ടാനുണ്ട്. ഒരു 28 വയസ്സ് വരെ ആദ്യം അവിടേക്ക് കയറുന്നവരെ വന്നു. പക്ഷേ അതിന് മുമ്പ് തുടർച്ചയായിട്ട് ഇന്ന് കിട്ടും നാളെ കിട്ടും ജോലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദിവസവും നമ്മൾ ആശയുടെ ഇതിലാണ് നിൽക്കുന്നത്. കാരണം ആദ്യം ഞാൻ ഈ ഇതിലാണ് ബാങ്കിങ് സെക്ടറുമായിട്ടാണ്. ആ ബാങ്ക് എന്നൊരു നല്ലൊരു അലുവൻ ജോബായിട്ടാണ്. അപ്പോൾ നമുക്കത് കിട്ടണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടി പോയി കോച്ചിങ്ങിന് പോയി. 2 പ്രാവശ്യം ഞാൻ ഈ റിട്ടേൺ പാസ്സായി. പക്ഷെ അന്ന് വേക്കൻസി എന്ന് പറയുന്നത് ഒരു വർഷം ബാങ്കിൽ 165 വേക്കൻസി, അതിന് 2 ലക്ഷം പേരോടും. ഈ 2 പ്രാവശ്യം ഞാൻ ഈ 800-നുള്ളിനകത്ത് പെട്ടു എന്നുള്ളത്. അപ്പോൾ അപ്പോഴേക്കും എനിക്കൊരു 24 വയസ്സാണ്. അപ്പോൾ പിന്നെ ഇത് വെച്ചിട്ട് പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ മാറി. ആദ്യത്തെ ടെസ്റ്റ് ചെയ്ത് തന്നെ സബ് ഇൻസ്പെക്ടർ അത് പാസ്സായി, 2 പ്രാവശ്യം അത് പാസ്സായി. പക്ഷേ അതിനകത്ത് നമ്മൾ മുന്നൊരുക്കങ്ങളില്ലാതെ പോയി ഫിസിക്കലിൽ അന്ന് കുറച്ച് വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു ചെയ്യുമായിരുന്നു. വളരെ മാത്രമല്ല പല പല രീതികളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു. പിന്നെ അപ്പം ടെസ്റ്റ് പാസ്സായി എന്നുള്ളൊരു എന്താണ് നമ്മളൊരു ബൂസ്റ്റിംഗ് എഫക്റ്റ് ആണ്. ടെസ്റ്റ് പാസ്സായി, അതിനകത്ത് കിട്ടാനുള്ള ഒരു അർഹതയും ഉണ്ടായി വന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞ് KSFE വന്നു. അപ്പോൾ കുറച്ചും കൂടെ റാങ്ക് കാണപ്പെട്ടു. അങ്ങനെ വന്ന് പിന്നെ എഴുതിയ മിക്കവാറുള്ള ജോബുകളും ഇതിൽ കിട്ടി. ഇതിലൊരു 4 ജോലികളോളം എനിക്ക് കരുതി കിട്ടിയത്. പക്ഷേ ഇത് നേരത്തെ ഞാൻ നോക്കിയിരുന്നെങ്കിൽ, ഈ PSC മാത്രം നോക്കിയിരുന്നെങ്കിൽ ആ 24 വയസ്സിനുള്ളിൽ തന്നെ മിക്കവാറും ഈ താഴെയുള്ള അന്ന് ഈ എല്ലുകളൊന്നും എഴുതത്തില്ല, നമ്മൾ എഴുതായിരിക്കും. അപ്പം നമ്മളത് എന്ത് ടെസ്റ്റുകൾ എഴുതുക എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ വീട്ടിലെ മകനൊക്കെ അത് അയാൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് കേട്ടാൽ തന്നെ ഒരു ഇതുകൊണ്ട് എല്ലാ ടെസ്റ്റുകളും ഇപ്പോൾ എഴുതുന്നുണ്ട്. ഈ മിക്കവാറും എല്ലാത്തിൻ്റെ ഇപ്പം സെക്രട്ടേറിയറ്റിൻ്റെ വരെയും പ്രിലിംസും ഒക്കെ വരുമെന്ന്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെയാണ് ചെയ്യുന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതിനായിട്ട് വേണ്ടി നമ്മൾ ഇപ്പം കാരണം കോമ്പറ്റീഷൻ കൂടുതലാണ്. അത് തന്നെയല്ല, ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ഇതായി മാറി. കാരണം ഈ ആസ്പെയറൻസ് കൂടുമ്പോൾ അവർ കോമ്പറ്റിംഗ് ആയിട്ട് വരുമ്പോൾ
അതിനനുസരിച്ച് മാറും. ആ മാറ്റം വന്നിട്ടുണ്ട്. പഴയ രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ വന്നിട്ടുണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയല്ലേ ചില ഓരോ ജോബിന് പണ്ടൊന്നും അടച്ചൊരു ഒറ്റ എക്സാമാണ് മിക്കവരല്ല, ഡിഗ്രി ലെവലിലൊക്കെയാണ് എല്ലാം ഒരേപോലെ ആയിരിക്കും ഹിസ്റ്ററിയും ഇതൊക്കെ. ഇപ്പോൾ അങ്ങനെയല്ല, ഏത് തസ്തികയാണോ അതനുസരിച്ച് ചോദ്യങ്ങൾ മാറ്റം. അപ്പോൾ അത് നമ്മൾ കുറച്ചൊന്ന് സ്റ്റഡീഡ് ആയിരിക്കണം. അതിനുവേണ്ടി കോച്ചിങ് സെൻ്ററുകൾ നമുക്ക് ഉപയോഗിക്കാം. കോച്ചിങ് സെൻ്റർ വളരെ ഗുണം ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയി വളരെ കൃത്യമായിട്ട് നമ്മളതിനെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് തൊഴിൽ കിട്ടുന്നുണ്ട്. അത് എത്ര കുറഞ്ഞു, അപ്പോൾ പിന്നെ ഇതിനെ ഡിസൈഡ് ചെയ്യാൻ ധാരാളം ആൾക്കാരാണ്. എവിടെ ഇരിക്കുന്ന ജോലി തസ്തികകളില്ല, ഇല്ല നിങ്ങളിപ്പം ഗവൺമെൻറ് ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസൈഡ്. അപ്പോൾ ഒരാളൊരാൾ തീരുമാനിച്ചാൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിൽ ലക്ഷങ്ങൾ എഴുതുന്ന IAS എത്ര പേർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിന് ഒരിക്കലും ആൾ അതിനോട്ടുള്ള എക്സ്പീരിയൻസ് കുറയുന്നില്ല. അപ്പോൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിൽ ഒരാളാകും നമ്മൾ എന്നൊരു ചിന്ത, നമുക്ക് പോസിറ്റീവ് ഡ്രൈവ് നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കുന്നു. ചെയ്തു കഴിഞ്ഞാൽ ഏത് എസ്റ്റാബ്ലിഷ്മെന്റിലും നമുക്ക് നമ്മളായിട്ട് സ്പേസ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇത്രയാണ് സാർ നമുക്ക് സാറിനോട് ചോദിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങളെ ഏതാണ്ട് ഡൗട്ട്സ് എല്ലാം മാറി, ഏതാണ്ടല്ല എല്ലാ ഡൗട്ട്സും മാറി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതായത് എന്താണ് ജോലി, പെൻഷൻ ഉണ്ടോ, അത് എനിക്ക് സർക്കാർ ജോലിയാണോ, അതിങ്ങനെ എത്രത്തോളം എളുപ്പമാണ്, അതെല്ലാം നിങ്ങളുടെ ഡൗട്ടെല്ലാം മാറി എന്നാണ് വിശ്വാസം. ഇനി പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്യുക. കാര്യം ഇതേപോലത്തെ നോട്ടിഫിക്കേഷൻ അടുത്ത് വീണ്ടും വരാനായിട്ട് 2028 വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു സാർ.